So this is our question. Draw the projection of a cube of 50 mm edge resting on one of its corners on HP, and the body diagonal of that cube is perpendicular to VP. This is our question. Turn on the cube. Okay. So draw the projection of a cube of 50 mm edge. 50 mm edge. Resting on one of its corners on HP. ഒരു കോർണറിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ബോഡി ഡയഗണൽ ഓഫ് ദി ക്യൂബ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. ഇതാണ് ബോഡി ഡയഗണൽ. ആ ഫിഗറിൽ കാണാൻ പറ്റും. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ബോഡി ഡയഗണൽ. ഓക്കെ. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് വേണം വരാൻ. അപ്പോൾ ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് എടുത്തിട്ടാകുമ്പോൾ നമ്മൾ കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യാൻ. എഡ്ജിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ. ഇത് കോർണറിലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് വ്യൂ വരയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ഫ്രണ്ട് വ്യൂ കാണുന്നതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ടോപ്പ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂ ഇങ്ങനെ വരും. ഓക്കെ. നെക്സ്റ്റ് അതിന് കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവുക? ഇതേമാതിരി ഡയഗണൽ കണ്ടില്ലേ? ഈ ഡയഗണലിൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യുക വേണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർണർ. നമ്മൾ ഉദ്ദേശിക്കുന്ന കോർണർ ജി ആണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ജി ആണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന കോർണർ. അപ്പോൾ ജിന് നേരെ മുകളിൽ സി ഉണ്ട്, മറ്റേ അടുത്ത് ഇ ഉണ്ട്. സോ ദിസ് ഇസ് ദി പോയിന്റ് ജി ഡാഷ് ആൻഡ് ദിസ് ഇസ് ദി പോയിന്റ് സി ഡാഷ് കൊമ ഇ ഡാഷ്. ഓക്കെ. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ. അപ്പോൾ സി ഡാഷ് ഉണ്ട്, ഇ ഡാഷ് ഉണ്ട്. ഇതിൽ കൂടെ ഡയഗണലിൽ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കോർണർ മാത്രം റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ആക്കണം. ശരിയല്ല? എച്ച് പിയിൽ ഇപ്പോൾ ഈ ഒരു ഫേസ് മൊത്തം എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ കോർണർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോർണർ ജി ഡാഷിൻ്റെ ഇവിടുത്തെ പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഒരു പെർപെൻഡിക്കുലർ എടുക്കുക. പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ജി ഡാഷിൽ നിന്ന് പുറപ്പെടുന്ന ജി ഡാഷിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ഒരു തിൻ ലൈൻ വരയ്ക്കുക. ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ് ഇ ഡാഷ് സി ഡാഷ്. ഓക്കെ. എന്നിട്ട് ഈ കാണുന്ന ലൈൻ ഞാനിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈൻ ജി ഡാഷിലെത്തും. മാത്രമല്ല ആ ജി ഡാഷിൽ നിന്ന് പുറപ്പെടുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളിവിടെ വരച്ചിട്ടുള്ള ഇ ഡാഷ് സി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. ഓക്കെ. എന്നിട്ട് ഈ കാണുന്ന ഡിസ്റ്റൻസ് ഉണ്ടോ അതാണ് നമ്മൾ ഇവിടെ നിങ്ങോട്ട് എടുക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത് ഇവിടെ ഇങ്ങോട്ട് മെഷർ ചെയ്യുക. ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുക. നൗ ദിസ് ഡയഗണൽ ഈസ് പാരലൽ ടു എച്ച് പി. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇ ഡാഷും കിട്ടി, സി ഡാഷും കിട്ടി. ഇത് ജോയിൻ ചെയ്യാം. ഇനി ഈ റേഡിയസ് എടുക്കുക ഒരാൾക്ക്. അതേമാതിരി ഈ കാണുന്ന റേഡിയസിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്ക്വയർ ഈ റേഡിയസ് എടുക്കുക. ജി ഡാഷ് സി ഡാഷ് റേഡിയസ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ഇ ഡാഷ് ഡ്രോ ചെയ്യാൻ ആൾക്ക്. സിമിലർലി ഇ ഡാഷ് ജി ഡാഷ് റേഡിയസ് ആയി എടുക്കുക. സി ഡാഷ് സെൻട്രേറ്റഡ് ആക്കും. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഇതിന് വരയ്ക്കുന്നത്. ഓക്കെ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഡയഗണൽ എന്ത് ചെയ്യും? പാരലൽ. അതിന് ഇവിടെ ഡയഗണൽ പാരലൽ ആയിരിക്കും. സോ ദിസ് ഡയഗണൽ ഈസ് പാരലൽ ടു എക്സ് വൈ ലൈൻ. ദിസ് ഡയഗണൽ ഓൾസോ വിൽ ബി പാരലൽ ടു എക്സ് വൈ ലൈൻ. ഈസി. So we can say that now this diagonal is parallel to both the HP and the VP. Okay. ഇപ്പോൾ ഇങ്ങനെ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ഈ ഡയഗണലിനെ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ എന്ത് പറയും? ഈ ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആയി മാറുന്നു. Now this diagonal is perpendicular to VP. Okay. So let us see how to draw this problem. This is that method. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ അറിയാലോ. അതായത് ഒരു സ്ക്വയർ വരയ്ക്കുക. സോ ദിസ് ബേസ് എഡ്ജ് 50 mm. ഓക്കെ. ജോയിൻ ചെയ്യാം.
Okay, this is the point G. അതേപോലെ ഈ കാണുന്ന പോയിന്റ് എഫ് എന്ന് എടുക്കാം, ഇത് ഇ എന്ന് എടുക്കാം, ഇത് എച്ച് എന്ന് എടുക്കാം. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു, ഈ കാണുന്ന ഡിസ്റ്റൻസ് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. Take these small portions here, same length on here, then this length is here and here. Join here. Okay. After that, you just name it. What's the name? എന്താ പേര് കൊടുക്കണം നമ്മൾ? EFGH. EFGH. Here A, B, C, D. Now draw its front view. Project here. എന്ത് കിട്ടി? എ ഡാഷ്, ബി ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, എഫ് ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ്, എച്ച് ഡാഷ്. എഫ് ഡാഷ് is invisible, G dash. Okay. So our diagonal is EC. EC is the diagonal. So here E dash, C dash is the diagonal. Okay. ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി 90 ഡിഗ്രിയിൽ ലൊക്കേറ്റ് ചെയ്യാം. ഈ ബ്ലൂ കളറിൽ വരച്ചതൊക്കെ വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ. നെക്സ്റ്റ് ഒരു കൺവീനിയൻറ്റ് പോയിന്റ് എടുക്കുക. ലെറ്റ് ഇറ്റ് ബി G dash. Draw a perpendicular. Measure this length, then draw a straight line which is parallel with this xy. Take this length here and this much length is here. Okay. Then C dash, G dash എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അതേമാതിരി E dash എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും വരും. ഓക്കെ അല്ലേ? ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം. ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. Now this diagonal is parallel to xy line. Just name it. That is E dash, A dash, D dash comma B dash, H dash comma F dash. Okay. Then draw its top view. Start to drop out here. So this is the point E. Okay.
സിമിലർ ദിസ് ഈസ് ഏതാ പോയിന്റ്? ഇത് ഇ ആണ്. ഇത് എ എച്ച് എഫ് ഡി ബി ജി സി. ഇനി എഫ് ഇൻറ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് കിട്ടും. ബിയും ഇൻറ്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടും ബി കിട്ടും. ഓക്കെ, സി കൊമ ജി, എച്ച് കൊമ ഡി, എ കൊമ ഇ. അപ്പോൾ ഇവിടെ ബി കൊമ എഫ്. ബിയും ഇൻറ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബി കിട്ടി. അതേമാതിരി എഫ് ഇവിടെ എഫ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സി കൊമ സി, സിയും സി കിട്ടി. ജി കൊമ ജി, ജിയും എച്ചും ഡി കൊമ ഡി, ഇ, എ. അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പ് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പം ബി കൊമ എഫ് അത് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബി എഫ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ ബി എഫ്, ബി ഡാഷ് എഫ് ഡാഷ്, ഒരു ലൈനാണ് കേട്ടോ. അത് ബേസ് വെച്ച് നോക്കിയാൽ മതി. ഇപ്പം സിയും ബിയും ജോയിൻ ചെയ്യാം, ബി സി, അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാം. എ ബി എവിടെയുള്ള ഇത് എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. അപ്പോൾ എയും ബിയും ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യാം, സിയും ഡിയും തമ്മിൽ ജോയിൻ ചെയ്യാം, ഡിയും എയും തമ്മിൽ ജോയിൻ ചെയ്യാം. അതേമാതിരി ഇയും എഫും തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സിമിലർലി എഫും ജിയും തമ്മിൽ ജോയിൻ ചെയ്യാം, എഫും ജിയും ജോയിൻ ചെയ്യാം, ജിയും എച്ചും തമ്മിൽ ജോയിൻ ചെയ്യാം, എച്ചും ഇയും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇനി സ്ലാനിങ് വെച്ച് നോക്കിയാൽ ഏതൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്? സ്ലാനിങ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇ ഡാഷ് എ ഡാഷ് ഇ എ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇയും എയും നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അതേമാതിരി ബിയും എഫും, ബി ഡാഷ് എഫ് ഡാഷ് ജോയിൻ ചെയ്തു. സി ഡാഷ് ജി ഡാഷ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? സി ഡാഷും ജി ഡാഷും. ഓക്കെ, നെക്സ്റ്റ് ഡി ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, ഇത്രയും നമ്മൾ ജോയിൻ ചെയ്തു. ഞാൻ അപ്ലൈ ദി ക്രൈറ്റീരിയ എന്താണ്? ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ എന്ന് പറയുമ്പോൾ നോക്കട്ടെ, ഇവിടെ ബേസ് മുകളിലൊക്കെ ഉള്ളത് എന്തോ ദിസ് ബേസ് ഇസ് expecting something from the sky. Okay, so this base is visible, that is ABCD is visible. Okay, മുകളിലൊക്കെ ഉള്ളത്. So what else we can say that the base with an end of the axis farther to xy in one view will be visible in the second view. So it will be visible. അപ്പോൾ ഇത് വിസിബിൾ ആകുന്ന സമയത്ത് അതിനെ ക്രോസ് ചെയ്യുന്നത് ഇതും ഇൻവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇൻവിസിബിൾ ആകുമ്പോൾ ഓൾ ലൈൻസ് ജോയിനിങ് അറ്റ് എ കോർണർ വിത്തിൻ ദ ബൗണ്ടറി വിൽ ബി എയ്തർ ഹിഡൻ ആൻഡ് വിസിബിൾ. അപ്പോൾ ഇതും ഇൻവിസിബിൾ ആണ് മനസ്സിലാക്കിയിട്ട് സോ ഇതെന്തായിരിക്കും? ഇൻവിസിബിൾ. ഇതും വിസിബിൾ ആയിരിക്കും, ഇതെന്തായിരിക്കും? വിസിബിൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോപ്പ് വ്യൂ എടുക്കുന്നത്. സോ വൺസ് യു കംപ്ലീറ്റ് ദിസ് ടോപ്പ് വ്യൂ, ബാക്കി നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് സോ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 1 2 3 4 നെക്സ്റ്റ് 5. നൗ ഹിയർ ആക്സിസ് എന്ന് പറയുന്നതാണ് ഒരു ഇ ഡാഷ് സി ഡാഷ് ഉണ്ട് ഡയഗണൽ ഇ സി. ഓക്കെ, സോ ഇതൊരു ഡയഗണലാണ്. സോ ബോത്ത് ഡയഗണൽ
diagonal which is parallel to both HP and VP. ഇനി വേണം നമുക്ക് diagonally perpendicular to VP പറ്റുന്നത്. Okay. So for that what you have to do? ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഇത് HP ഇത് VP. ഇനി ഈ കാണുന്ന diagonally ഇപ്പോൾ VPക്ക് പാരലാണ് ശരിയല്ല diagonal അതേമാതിരി HPക്കും പാരലാണ്. ഓക്കെ ഇനി വേണം ഈ കാണുന്ന diagonal നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പോൾ അതേമായി diagonal perpendicular to VP. Okay. So for that what you have to do? ഒരു കൺവീനിയൻറ്റ് പോയിന്റ് എടുക്കുക, ഒരു ലൈൻ വെച്ച് പെർപെൻഡിക്കുലർ എവിടെയും വെച്ച് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. ഞാനിപ്പോൾ മൊത്തം ഈ ഒരു ബോക്സ് ഞാൻ എടുക്കുന്നത് മൊത്തം ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ബോക്സ് എടുത്ത് ഞാനിങ്ങനെ ഇങ്ങോട്ടേക്ക് വരക്കുക ചെയ്യുന്നത്. അതാണ് എളുപ്പം. ഓക്കെ. അപ്പോൾ ഈ എന്ന് പറയുന്ന പോയിന്റ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നു. മനസ്സിലായി? ദിസ് ഈസ് ദി പോയിന്റ് ഇ. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് വേണം? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഈ ഡിസ്റ്റൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തു, ഈ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി ഇവിടെ മുതൽ ഇവിടെ പോയിട്ട് ആ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ താഴോട്ടേക്ക് എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ. എന്നിട്ടോ ഞാൻ ഈ ബോക്സ് ഇവിടെ ക്ലോസ് ചെയ്തു ഇങ്ങനെയൊക്കെ മാറ്റി. ഓക്കെ. സോ ദിസ് ഈസ് ദി പോയിന്റ് സി. സി ഇതാണ് മനസ്സിലായി. ഇത് ഈ എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് മനസ്സിലായി. ഓക്കെ. എന്നിട്ട് എയുടെ കൂടി ഈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ദി പോയിന്റ് എ. അതേമാതിരി ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും മാർക്ക് ചെയ്യുക, ജി കിട്ടി. ഓക്കെ. എന്നിട്ട് സെയിം ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യാം, അതേ ഡിസ്റ്റൻസ് ഇവിടെയും മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ദി പോയിന്റ് ഡി ആൻഡ് ദിസ് ഈസ് ദി പോയിന്റ് പി. ഈ ഡിസ്റ്റൻസ് ഇവിടെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം, ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദി പോയിന്റ് എഫ് ആൻഡ് ദിസ് ഈസ് ദി പോയിന്റ് എച്ച്. ഓക്കെ. കിട്ടിയില്ല? എല്ലാ പോയിന്റ് കിട്ടില്ല. ഇനി സിമ്പിൾ അല്ലേ? ഇയിൽ നിന്ന് എഫിലേക്ക് വരയ്ക്കുക, എഫിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുക, ബിയിൽ നിന്ന് സിയിലേക്ക്, ഡിയിലേക്ക്, എച്ചിലേക്ക്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വരക്കുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ്? ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വി ക്യാൻ റിമൂവ് ദിസ് ബ്ലൂ കളർ. ഇതൊക്കെ റിമൂവ് ചെയ്യാം, ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ വരക്കണം. ഓക്കെ. സോ ഫോർ ദാറ്റ് ജസ്റ്റ് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പം H, D, E, A, G, C, F, B. ഇത് എ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഇവിടെ കട്ട് ചെയ്യും. ഡി, ബി. ഡി എവിടെ വരിക? ബിയോ. ഓക്കെ. സി. ഓക്കെ. ജി. ഓക്കെ. എഫ്. ഓക്കെ. എച്ച്. ഓക്കെ. ആ എല്ലാ പോയിന്റും ആയില്ലേ? ഇ. ഇയും സിയും. ഇ, സി വിൽ ബി സീൻ ആസ് എ പോയിന്റ്. ഓക്കെ. ഇനി നോക്കാം ജോയിനിങ്. ഇ ഡാഷ് എ ഡാഷ് ആണ്. അപ്പോൾ ഇയും എയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതേമാതിരി ഇ ഡാഷ് എ ഡാഷ്, സി ഡാഷ് ജി ഡാഷ്, സിയും ജിയും. ഓക്കെ. നെക്സ്റ്റ് ഇ ഡാഷും ജി ഡാഷും ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇയും ജിയും. ഇ ഡാഷും ജി ഡാഷും, ഇയും ജിയും. ഓക്കെ ആണ്. എച്ച് ഡാഷും
D dash H comma D. Okay. F comma B. Okay. ഇനി ബേസ് നോക്കിയാൽ ഇയും എഫും ഇ കൊമ എഫ് എഫ് കൊമ ജി ജി കൊമ എച്ച് എച്ച് കൊമ ഇ എ കൊമ ബി ബി കൊമ സി C comma D, D comma E, C comma D, C യും D യും ജോയിൻ ചെയ്തു. അടുത്ത് D comma A. ഞാൻ ഇത് രണ്ട് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരച്ചത്. ഓക്കെ. ഇനി അപ്ലൈ ദി ക്രൈറ്റീരിയ. ഓൾ ദി ബൗണ്ടറീസ് മസ്റ്റ് ബി വിസിബിൾ. എ ബി സി ഡി ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ഒരു ആക്സസ് ഇവിടെ ഉണ്ടാവാം. അതേമാതിരി ഇ എഫ് ജി എസിൻ്റെ ഇവിടെ ഉണ്ടാവും. ഓക്കെ. The base with an end of the axis farther to x, y, 1b will be visible in second view. So we can say that the base A, B, C, D will be visible. Okay. ഇതൊരു ആക്സിസിൻ്റെ രണ്ട് എൻഡ് പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഒരു ബേസിൽ, രണ്ടാമത്തെ പോയിന്റ് മറ്റേ ബേസിൽ അല്ലേ. അപ്പോൾ ഇവിടെ എ ബി സിയിലും ഇ എഫ് ജി എസ് എന്ന് പറയുന്ന രണ്ട് ഫേസ് ഉണ്ട് ക്യൂബിന്. അപ്പോൾ അടുത്ത ഒന്നാമത്തെ ഫേസ് ഉണ്ടല്ലോ എ ബി സി ഡി എന്ന് പറയുന്ന ഫേസ് എക്സ് വൈ ലൈനിൽ നിന്ന് അകലെയാവില്ല. ഓർ എൽസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദി ഒബ്സർവർ. So the base with an end of the axis farther to x, y, 1 will be visible in the second way. So we can say that A, B, C, D will be visible. Okay. It is visible. It will be visible. Similarly, the base E F G H will be invisible. E F G H will be invisible. പിന്നെ ഇത് ഡോട്ടഡ് ലൈൻ ആണ്, ഇത് ഡോട്ടഡ് ലൈൻ ആണ്. അപ്പോൾ രണ്ട് ഡോട്ടഡ് ലൈൻ നമ്മൾ ഈ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നത്. സോ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഡോട്ടഡ് ലൈൻ. ഓക്കെ. എ സി ഡോട്ടഡ് ലൈൻ ആയിരിക്കും. അതേമാതിരി ഡി സിയും ബി സിയും വിസിബിൾ ആകുമ്പോൾ ഇതെന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. ഓക്കെ. സോ ഇതോടുകൂടി നമ്മുടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ റിമൂവ് ദിസ്. ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ ക്യൂബിൻ്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി എന്നൊരു പ്രോബ്ലം നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചു, ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പോൾ ഇതാണ് ജി. ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, സി ഇവിടെയാണ്, ഇ ഇവിടെ. അപ്പോൾ ഈ സി ഇസ് ഡയഗണൽ. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ വെച്ചു, കണ്ടോ? അപ്പോൾ ജി ഇവിടെ വന്നു, സി ഇവിടെ വന്നു, ഇ ഇവിടെ. അപ്പോൾ ഈ സി ഇസ് പാരലൽ ടു എക്സ് വൈ. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ എടുക്കുന്ന സമയത്ത് ഇതേമാതിരി വരും. എന്നിട്ട് ഇതിനെ ഇതേമായി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന വ്യൂ ആണ് നിങ്ങളിവിടെ വരയ്ക്കുന്നത്. കണ്ടോ? ഷാർപ്പ് ഇവിടെ വന്നു. Okay, so this is the method. This is the method for solving these types of problems. Thank you.